അടിച്ച് കേറി. കാലഘട്ടത്തിന് ഒത്ത കുറച്ച് പരിപാടികളുണ്ട് എന്ന് അടിച്ച് കേറി. ശരി എന്ത് ചേട്ടാ? ശരി വിളിക്കാം. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി പടം. ആക്ച്വലി എന്താ പറയാ, കാലഘട്ടത്തിന് ഒത്ത കുറച്ച് പരിപാടികളുണ്ട്, എന്നാൽ പഴയതുണ്ട് പുതിയതുണ്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ലവ് സ്റ്റോറിയാണ്. മൂന്ന് ആളുകളുടെ ഡിഫറെന്റ് ലവ് സ്റ്റോറികളാണ്, പല പരിപാടികൾ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ്, ഒരുപാട് ചിരിക്കാനുണ്ട്. പാട്ടുകളാണെങ്കിലും പരിപാടി മൊത്തത്തിൽ കളറായിട്ടുണ്ട്. ഷൈനിന്റെ കാര്യം പറയണ്ടല്ലോ, ഷൈൻ എന്തായാലും എല്ലാത്തിലും അടിപൊളിയാണ്. എല്ലാവരും ബാബുരാജേട്ടനും ഷൈനും തമ്മിലുള്ള കെമിസ്ട്രി അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പൻ മോൻ പരിപാടി സൂപ്പറായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും എല്ലാം അടിപൊളിയായിട്ടുണ്ട് പടം. അത് ഉറപ്പായിട്ടും അത് അവര് നേരത്തെ തെളിയിച്ചാണല്ലോ അവരുടെ കെമിസ്ട്രി എന്താണെന്നുള്ളത്. അപ്പൊ പടം അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് പടം. ഓക്കെ, അത് പിന്നെ പറയാം. എല്ലാവർക്കും വളരെ സന്തോഷമായി, വളരെ കയ്യടികളും ചിരികളും. ഞാൻ കുറെ നാളായി കോമഡി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട്, കോമഡിയോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു റൊമാൻസ്, ഞങ്ങളൊരു പ്രായത്തിലുള്ള റൊമാൻസ് ഒക്കെ രസകരമായിരിക്കുന്നു. സന്തോഷം. ഇങ്ങനെ നിറഞ്ഞ കയ്യടികളും ചിരികളും ഇവിടെ ഒരു സിനിമ കാണുന്നത് വളരെ സന്തോഷം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും സിനിമാക്കാരെ, കലാകാരന്മാരെ ഒരിക്കലും രാഷ്ട്രീയവും മതവും കൊടിയും ഒന്നുമായിട്ട് കൂട്ടി കുഴക്കരുത്. കാരണം നമ്മളെല്ലാം, ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാത്തിനും അങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ആൾക്കാരുടെ കൂട്ടായ പണിയല്ലേ, പുതിയ ഡയറക്ടർമാർ, കാശ് മുടക്കിയ പ്രൊഡ്യൂസർമാർ. അപ്പോൾ ഒരിക്കലും പ്രിയപ്പെട്ട നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ അതങ്ങനെ കാണരുത്. അതുപോലെ തന്നെ ആരും അങ്ങനത്തെ വിവേചനം കാണിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആകെ നമ്മളെന്ത് ജോലി ഏൽപ്പിക്കുന്നു അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ചിരിപ്പിക്കാനാണെങ്കിൽ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ അത് മാത്രമേ നമുക്ക് കാണാൻ പാടുള്ളൂ. വേറെ ഒന്നും കാണരുത്. മതവും രാഷ്ട്രീയവും കൊടിയും വർഗവും ഇതിനകത്ത് കൂട്ടിച്ചേർക്കരുത്. അത് മാത്രമേ ഉള്ളൂ. ഒരു വീട്ടമ്മ സ്വപ്നങ്ങളെ പറ്റി പറയുന്ന സീനിലൊക്കെ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു. കണ്ടിരുന്നോ അത്? കണ്ടായിരുന്നു. അത് ചെയ്യുമ്പോഴാണെങ്കിലും എന്താ പറയാ, പ്രത്യേകം അത് ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ സീനിലുള്ളത്. ഒരുപാട് സന്തോഷം തോന്നി. എന്താണ് അതിന് ഇപ്പം കുറെ കുട്ടികൾ ഇന്ന് കാണാനുണ്ടായിരുന്നു. അല്ലാണ്ട് പ്രീമിയർ ഷോയില് നമ്മളുടെ ആൾക്കാർ മാത്രം ഇരുന്ന് കാണുകയല്ല ചെയ്തത്, സ്കൂൾ പിള്ളേരായിരുന്നു മൊത്തം കാണാനുണ്ടായിരുന്നത്. അപ്പം എല്ലാവരുടെയും റിയാക്ഷനും ഒക്കെ കാണുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു, പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്, ഇതിനകത്ത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകളാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ആ സെൻസിൽ അതിനെ എടുത്ത് തുടങ്ങുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സിന്റെ നീഡ് എന്താണ്, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത് ഏത് ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് സന്തോഷിക്കാൻ വേണ്ട കാര്യങ്ങൾ മക്കളെ നോക്കലും അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എന്തായാലും അമ്മമാര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ സന്തോഷം കാണുന്നതിന്റെ ഒരു പ്രാധാന്യം കേൾക്കുമ്പോൾ, അത് സിനിമയിലൂടെ കേൾക്കുമ്പോൾ കുട്ടികളുടെ ഇപ്പൊ ഉണ്ടായിരുന്ന റിയാക്ഷൻ ഇവിടെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അതിനെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഒരുപാട് മാറി, കാലത്തിന്റെ മാറ്റം കൂടെ എനിക്ക് ഈ ഷോയിൽ കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി സാൻഡ്ര ഈ ഒരു ക്യാരക്ടർ എന്നെ വിളിച്ചതിനും ചെയ്യാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പിള്ളേരെടുക്കുന്നു.